നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പത്തിരി ഉണ്ടാക്കാമെന്ന് നോക്കണം. നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്ത് അത് 2.5 കപ്പ് വെള്ളം വെച്ച് അതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. അത് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് 2 കപ്പ് ഫുള്ള് വേണ്ട, 2.25 കപ്പോളം പൊടി, നല്ല വറുത്ത പൊടിയായിരിക്കണം ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഞാനിത് കടയിൽ നിന്ന് മേടിച്ച പൊടിയാണ്. നന്നായിട്ട് മാവ് ഇളകി എല്ലായിടത്തും വെള്ളം പിടിച്ച് നല്ല വെന്ത പരുവത്തിൽ വന്നിട്ട് നമ്മൾ ഉടനെ അത് വേണമെങ്കിൽ ഇപ്പം ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് അതിനകത്തോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പാത്രത്തിലോട്ടിട്ട് അത് ഇച്ചിരി ചൂട് പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചൂടോടെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ചെയ്ത് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക. ഇച്ചിരി ചൂട് മാറാൻ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് നന്നായിട്ട് കുഴച്ച് നല്ല മയം വരുന്നിടം വരെ അത് കുഴയ്ക്കണം. കുഴച്ചിട്ട് ടേബിൾ ടോപ്പ് അവിടെ ഇട്ട് ചെയ്യുമോ അതോ നമ്മൾ വലിയ പാത്രമാണ് അതിലിട്ടാണെങ്കിലും ചെയ്താൽ മതി. എന്നിട്ട് ചെറിയ ഉരുളകളായിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഉരുളകളാക്കി പിടിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി ഇട്ടുകൊണ്ട് പരത്തി അപ്പം നന്നായിട്ട് കനം കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും നല്ല റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ടാണെങ്കിലും നമുക്കത് മുറിച്ചെടുക്കാം. നന്നായിട്ടിങ്ങനെ പരത്തണം. പിന്നെ എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രസ്സിലോട്ട് ചെറുതായി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോണ്ട് നമുക്കിങ്ങനെ ഇട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം. എന്നിട്ട് നല്ല റൗണ്ട് വരാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അത് മുറിച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് പത്തിരി ഇട്ട് കൊടുക്കുക. നല്ല പൊടിയൊക്കെ തട്ടിയിടണം, അല്ലെങ്കിൽ പത്തിരിയുടെ കളറൊക്കെ പോകും. ആദ്യം ആ പത്തിരി ഒരു 2 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉടനെ തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു 5 സെക്കൻഡും കൂടെ ഇപ്പുറത്തെ വശം ഇടണം. ഇട്ട് കഴിഞ്ഞ് തിരിച്ചൊന്നും കൂടെ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് അത് പൊങ്ങി വരും. ആ ടൈം അതിനകത്ത് നല്ലൊരു ഘടകമാണ് ടൈം. നമ്മളല്ലാതെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പൊങ്ങി വരത്തില്ല. ഇപ്പം എനിക്കൊരു അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും ടൈം ഇടുന്നത് കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ നമ്മുടെ പത്തിരി റെഡിയായിട്ട് നമുക്ക് നല്ല നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാം.